അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പോകുന്നത് ഹനയുടെ വീട്ടിലാണ്. ഹന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു കാലിഗ്രാഫി എഴുതി ഞാൻ ഇതിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. നമ്മൾ എഴുതിയ ഒരുപാട് കാലിഗ്രാഫികളുണ്ട്, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ കുറ്റ്യാടി ടൗണിലാണ് ഉള്ളത്. അപ്പോൾ ഹനക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി നമുക്ക് വണ്ടിയിൽ വെക്കാം. എന്തായാലും പോകുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ നേരെ ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് കോഴിക്കോട് റോഡിനാണ് കയറേണ്ടത്. അപ്പോൾ കോഴിക്കോട് റോഡിന് കയറിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് വാങ്ങി വരാം. എന്തായാലും വണ്ടി ഇവിടെ സൈഡിൽ നിർത്താം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ, വലിയൊരു ഗിഫ്റ്റൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമ്പോൾ പിന്നീട്. അപ്പോൾ നേരെ പോവാം. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എന്തായാലും ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനയുടെ വീട്ടിലേക്കും പോകേണ്ടത് ഇതുവഴി തന്നെയാണ്. അപ്പോൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നേരെ നമുക്ക് എങ്ങോട്ട് പോകാം, ഹനയുടെ വീട്ടിലേക്ക് പോകാം. എന്നെയും കാത്തിട്ട് അവിടെ അവരുടെ മക്കൾ നിൽക്കുന്നുണ്ട് അവിടെ. ഇവരാണ് എന്നെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവരെയും വണ്ടി കയറ്റി അവിടെ പോവാം. അപ്പോൾ അവർ വണ്ടിയിൽ കയറി. കുറേയൊന്നും പോകാനില്ല, ഇവിടുന്ന് കുറച്ച് പോയാൽ ഇവരുടെ വീട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. മാഷാ അല്ലാഹ് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് വയറ് നിറയെ കഴിച്ചു, അൽഹംദുലില്ലാഹ്. ഏതായാലും ഇതിപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോകുന്നു, ഹനയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. ആ മഴ കാരണം വെള്ളം കയറിയതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വയലാണ്, 2 ഭാഗത്തും വയലാണ്. ഇപ്പോൾ 2 ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ റോട്ടിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ നമുക്ക് വീട് അറിയില്ലായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ഇപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ പോകാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇടതു ഭാഗത്തേക്കാണ് പോകേണ്ടത്. ചെറിയൊരു വഴിയാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇറങ്ങി നേരെ പോയേക്കാം. എന്തായാലും ഹനയുടെ വീട് നമ്മൾ ഒരുപാട് വിളിച്ച് വഴിക്ക് ചോദിച്ച് അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇപ്പോൾ എത്തി. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി അവിടെ കയറിയിട്ട് ഹനയുടെ കാലിഗ്രാഫിയും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഹനയെ കണ്ടു, വീട്ടുകാരെ കണ്ടു, നമ്മൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഹന നമ്മുടെ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത്
ഫ്രീ കിട്ടുന്ന സമയങ്ങളൊക്കെ അറബി കാലിഗ്രാഫി എഴുതാനാണ് കൂടുതലും സമയം കണ്ടെത്തിയത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പിന്നെ ആരെങ്കിലും എഴുതാൻ പഠിപ്പതൊന്നുമല്ല, സ്വന്തമായി താല്പര്യം ഉണ്ടാവുകയും സ്വന്തമായിട്ട് തന്നെ എഴുതി പഠിക്കുകയും ചെയ്തതാണ് ഹനയുടെ ഒരു പ്രത്യേകത. ഹനയുടെ ഓരോ എഴുത്തുകളും നമ്മുടെ കുളിർപ്പിക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് ഓരോ എഴുത്തുകളും. ഏതായാലും നമുക്ക് ഹനയുടെ ഓരോ എഴുത്തുകളും നമുക്കൊന്ന് കാണാം. ലോക്ക്ഡൗൺ ആയപ്പോൾ പല കുട്ടികളും ഫോണിലും അതേപോലെ തന്നെ ഗെയിമിലുമൊക്കെ ആകുന്നൊരു സമയമാണ്. പക്ഷെ അതിലൊന്നും ചെലവഴിക്കാതെ കാലിഗ്രാഫിയിൽ മാത്രം ഒതുങ്ങിക്കൂടി, അതേപോലെ തന്നെ പഠനങ്ങളും കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ തന്നെ ഈ ഒരു വിഷയങ്ങളൊക്കെ ചെയ്തു തീർത്തു. അതാണ് ഹനയുടെ മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീടിൻ്റെ മുൻവശത്ത് വളരെ മനോഹരമായി ഹനമോൾ ചെടികളും നട്ടു വളർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഹനമോൾക്ക് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കൊടുക്കാം. ഇനിയും മനോഹരമായി എഴുത്തിലും മറ്റു വിഷയങ്ങളിലും ഉന്നതിയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഏതായാലും നമ്മൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, അവർക്ക് സന്തോഷമായി. അവിടെ നിന്ന് എനിക്ക് നല്ലൊരു കാലിഗ്രാഫിയുടെ ഗിഫ്റ്റും എനിക്ക് തന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഏതായാലും അവിടെ നിന്ന് പോന്നു. അവിടുന്ന് പോരുന്ന സ്ഥലങ്ങളിലും മുഴുവനും വെള്ളം തന്നെയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് വെള്ളം കയറിയതാണ്. ഹന ഗിഫ്റ്റായിട്ട് തന്ന അവൾ എഴുതിയ കാലിഗ്രാഫിയാണിത്. ഇതിൽ എഴുതിയത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം എന്ന് തുടങ്ങിയതാണ് ഇതിൽ എഴുതി ചേർത്തത്. കണ്ടോ, വളരെ മനോഹരമാണ് കാണാൻ, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ മറ്റൊരു കാലിഗ്രാഫിയും തന്നിട്ടുണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതാണ് ഇത്. ഈ രണ്ട് കാലിഗ്രാഫികളാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഭംഗിയിൽ ഫ്രെയിം ചെയ്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.